ആയുഷിന്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. എന്താണ് ആയുഷ് എന്ന് പറയുന്നത്? ആയുർവേദം, അതേപോലെ തന്നെ യുനാനി. ആയുഷിന്റെ 2024 അപേക്ഷ ക്ഷണിച്ചു. അതായത് ആയുഷ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് MBBS BDS കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്ടറാൾ ഓപ്ഷൻസ് ഒക്കെയാണ്. ഇതിൽ വെറ്റിനറി വരുന്നില്ല, ആയുർവേദം ഇതിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ യുനാനി വരുന്നുണ്ട്, സിദ്ധ വരുന്നുണ്ട്, ഹോമിയോ വരുന്നുണ്ട്. പിന്നെ ഈ വർഷം ബിഫാം, ആയുർവേദ ബിഫാമിനും കൂടെ ഈ ഒരു നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാണ് അവസാന തീയതി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക. ആദ്യം നമുക്ക് ഡേറ്റ് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന 28-ാം തീയതിയാണ്. 28-ാം തീയതി മുതൽ 2 സെപ്റ്റംബർ വരെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ചോയ്സ് ഫില്ലിംഗ് 29th മുതൽ 2nd വരെയാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് 5th പബ്ലിഷ് ചെയ്യും. റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് 6th മുതൽ ഏകദേശം 11th വരെയാണ്. ഇതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൻ്റെത്. സെക്കൻഡ് അലോട്ട്മെന്റ് 4 ഘട്ടങ്ങളായിട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇതിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് 18th to 23rd ആണ്. രജിസ്ട്രേഷൻ 19th to 23rd. റിസൾട്ട് വരുന്നത് 27th ആയിരിക്കും. 4th October മുതൽ 5th October വരെയാണ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് തേർഡ് റൗണ്ട് ആണ്. തേർഡ് റൗണ്ട് വരുന്നത് 9th October മുതൽ 14th October വരെയാണ്. രജിസ്ട്രേഷൻ 10th to 14th October. പിന്നീട് അതിന്റെ റിസൾട്ട് വരുന്നത് 18th October 23rd മുതൽ ഏകദേശം 24th വരെ ജോയിൻ ചെയ്യാനുള്ള അവസരമായിരിക്കും. അവസാനം സ്റ്റേ വേക്കൻസി വരുന്നുണ്ട്. സ്റ്റേ വേക്കൻസി വരുന്നത് 28th October മുതൽ 31st October വരെയാണ്. 29th മുതൽ 31st വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഏകദേശം 3rd November റിസൾട്ട് വരികയും 8th November to 9th November വരെ ആയിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ആയുഷ് വഴി എവിടേക്കൊക്കെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതുണ്ടാവും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള ആയുർവേദ ഗവൺമെന്റ് കോളേജുകൾ ഉണ്ടാവും. ആ ഗവൺമെന്റ് കോളേജിലെ 15% സീറ്റുകൾ BAMS, BSMS, BMS, BHMS നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അതേപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ 100% സീറ്റുകൾക്ക്, അതേപോലെ ഇട്ര എന്ന് പറയുന്ന ജമ്മുവിലെ ഗുജറാത്തിലെ 100% സീറ്റിലേക്ക്, NIA ജയ്പൂരിലെ 100% സീറ്റിലേക്ക്, NIA പാഞ്ച്കുളയിലെ 100% സീറ്റിലേക്ക്, അതേപോലെ എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെയും 100% സീറ്റിലേക്ക്. രണ്ടാമത് വരുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ BAMSന്റെ ആയുർവേദത്തിന്റെ 100% സീറ്റിലേക്ക്. ഇട്ര എന്ന് പറയുന്ന ജംനഗറിലെ ഗുജറാത്തിലെ BAMSന്റെ 100% സീറ്റ്, അതേപോലെ തന്നെ NIA ജയ്പൂരിലെ BAMSന്റെ 100% സീറ്റ്, NIA പാഞ്ച്കുളയിലെ 100% BAMS സീറ്റ്, BHMS NIH കൊൽക്കത്തയിലെ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ 100% BHMS സീറ്റിന് ഇതുവഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നീട് ഡീംഡ് യൂണിവേഴ്സിറ്റികളെ BAMS, BSMS, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ BAMS ആയിക്കോട്ടെ, BSMS, BMS, BHMS ഇതിലൊക്കെ 100% സീറ്റുകളിലേക്ക്, അതേപോലെ AIA എന്ന് പറയുന്ന ഗോവയിലെ 50% BMS സീറ്റിലേക്കും, BUSMT AIMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 50% സീറ്റിലേക്കും, BMS ആൻഡ് BHMS NEIA ആൻഡ് ഷില്ലോങ് മേഘാലയയിലെ 50% സീറ്റിലേക്കും ഇങ്ങനെയാണ് വരുന്നത്. പിന്നീട് ഓൾ ഇന്ത്യ സീറ്റ്, അതായത് ഇട്രയിലെ തന്നെ ജമ്മുനഗറിലെ ഗുജറാത്തിലെ ബിഫാമിന്റെ സീറ്റിലേക്കും ഇതുവഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ്? അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ജനറൽ കാറ്റഗറി, EWS, OBC ഒക്കെ വരുന്നത് 1000 രൂപയാണ്. SC ST PWBD ആണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും 5000 രൂപയാണ് വരുന്നത്. നോൺ റീഫണ്ടബിൾ ആണ്. പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടബിൾ ഫീസ് വരുന്നുണ്ട്. ആ റീഫണ്ടബിൾ ഫീസ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും 2000 രൂപയാണ്. ആ 2000 രൂപ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് മാറ്റുകയും കിട്ടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയാണെങ്കിൽ. പിന്നീട് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസ് വരുന്നുണ്ട്. ഇത് ഓൾ ഇന്ത്യനെക്കാളും കൂടുതലാണ്. ഓൾ ഇന്ത്യനെക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറിക്കും 20,000 രൂപയാണ് നോൺ റീഫണ്ടബിൾ ഫീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറിക്കാരനാണെങ്കിൽ 21,000 രൂപ അടക്കണം. 1000 രൂപ നോൺ റീഫണ്ടബിൾ ആയിരിക്കും. 20,000 നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻസിലേക്കും അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യും. ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 50,000 ആണ് വരിക. അപ്പോൾ അവർ 55,000 രൂപ അടക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി അപ്ലിക്കേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവും. നിങ്ങൾ ബേസിക്കായ ഇൻഫർമേഷന് അത് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതെല്ലാം ഫില്ല് ചെയ്യുക. പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡോക്യുമെന്റ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഫില്ലിങ്ങിലേക്ക് പോവാം. 4 ഘട്ടങ്ങളിലായിട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത് പറഞ്ഞല്ലോ. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുണ്ട്, ഫ്രീ എക്സിറ്റ് ഉണ്ട്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ ചോയ്സ് ഫില്ലിംഗ് ആണ്, നിങ്ങൾ വീണ്ടും നടത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ ഒഴിവുള്ള സമയത്തിന് റീപ്ലൈ തരാം. ഇതിൻ്റെ ലിങ്ക് അഥവാ ഇതിൻ്റെ ഷെഡ്യൂളിൻ്റെയും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ്റെയും അതുപോലെ ഇതിൻ്റെ ബ്രൗഷറിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലോ കാണാം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.